എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ രാജു ചെറിയമ്മ പറഞ്ഞത്? അച്ഛൻ ഇവിടെ വന്നത് പ്രശ്നമായോ? എന്താ രാജു? അത് ഋതിക മാഡം, വർമ്മ സാറ് നമ്മൾ രണ്ടാളെയും അവിടെ ഋതിക മാഡത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് പറയാനാ. എന്റെ ദൈവമേ, നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ ഓർത്തു എന്തോ വലിയ പ്രശ്നമാണെന്ന്. അല്ലേ മോളെ? എല്ലാം ദൈവത്തിന്റെ കടാക്ഷ. ഒരിക്കലും നടക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലവാ. ഋതുമോളും വർമ്മസാറും തമ്മിലുള്ള പ്രശ്നമെല്ലാം മാറുമെന്ന് ഇത്തവണ മോൾക്ക് വേണ്ടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു. നിങ്ങൾ നോക്കിക്കോ, വർമ്മസാറുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉടനെ തീരും. നിങ്ങൾ രണ്ടാളെ ഭാര്യ ഭർത്താക്കന്മാരായി വർമ്മസാർ അംഗീകരിക്കും. ആ ഞാൻ ചെന്നേ ഈ സന്തോഷ വാർത്ത വേണുവേട്ടനോട് പറയട്ടെ. ഇനി രാജു വീട്ടിലേക്ക് വരാൻ സമ്മതിക്കാതിരിക്കോ? എന്താ രാജുവിന്റെ തീരുമാനം? എന്റെ തീരുമാനം അറിഞ്ഞിട്ട് ഋതിക മാഡത്തിന് സ്വന്തം വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? പോണെങ്കിലും അങ്ങ് പോയാ പോരെ. എന്തിനാ രാജു ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അച്ഛനും മോളും തമ്മിൽ പിണക്കമാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാനല്ല ഞാൻ ശ്രമിച്ചത്. അതിങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ഋതിക മാഡം, ഈ ഭാര്യ ഭർത്താവ് അവനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാ ഇതെവിടെ ചെന്ന് തീരുമെന്ന് എനിക്കറിയില്ല. അപ്പോ രാജു അച്ഛന്റെ ക്ഷണം അവഗണിക്കാൻ പോവാണോ? ഞാൻ ഒറ്റയ്ക്ക് പോണെന്നാണോ രാജു പറയുന്നത്? നിവൃത്തി ഇല്ലല്ലോ, വന്നല്ലേ പറ്റൂ. ഞാൻ വരാം. പക്ഷേ വർമ്മ സാറിന് എന്നോടുള്ള ദേഷ്യം മാറിയെന്ന് ഞാൻ വിശ്വസിക്കില്ല. പുറത്തെങ്ങനെ പരുക്കനായിട്ട് പെരുമാറുന്നേ ഉള്ളൂ. അച്ഛൻ വെറും പാവ. ഋതിക മാഡം, വർമ്മ സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ? അമ്മേ, എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഓരോന്ന് പ്ലാൻ ചെയ്യും, അതിന് വിപരീതമായി എന്തെങ്കിലും നടക്കും. ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് മാറിയെന്നപ്പോ അമ്മാവൻ അവന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോയി. അമ്മതേ അതിന്റെ പിന്നാലെ ഋതികയും രാജിനെ വീണ്ടും ഇങ്ങോട്ട് ക്ഷണിച്ചേക്കുന്നു. കഴിഞ്ഞ തവണയാണെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ വോയിസ് റെക്കോർഡർ വെച്ചു. ഇനി ഇത്തവണ അമ്മയുടെ പ്ലാൻ എന്താ? ഇത്തവണേ അമ്മയ്ക്ക് പ്ലാൻ ഒന്നുമില്ല. അനിയനെ വിളിച്ച് അവർ ഒരു നേരത്തെ ആഹാരം കൊടുത്തതല്ലേ, അവർക്കും ഒരു വിരുന്ന് കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. അമ്മേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആ എടാ, എങ്കിൽ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്. ദേ, നമുക്ക് 2 ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളത്. ഒന്ന്, രാജു ഋതികയെ താലി കെട്ടിയിട്ടില്ലാന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കുക. 2, അവരുടെ പേരിലേക്ക് പോകാതെ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലേക്ക് ആക്കുക. അതെ, എന്റെ മോൻ ആലോചിക്ക്, തല പുകച്ച ആലോചിക്ക്. എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടെങ്കിലേ എന്നോട് പറ. ചേച്ചി, യാമിനി, നീ രാജുവിനെ ഋതികയും വിളിച്ചിരുന്നോ? ഞാനിപ്പോ വിളിച്ചതേ ഉള്ളൂ ചേച്ചി. അവരിപ്പോ ഇങ്ങ് എത്തും. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ? എന്നാലും ഇത് എത്ര നേരോട്ടാ ഞാൻ കാത്തു നിൽക്കുന്നേ. അല്ല, ഇവരെന്താ താമസിക്കുന്നേ?
എനിക്ക് സന്തോഷമായി. മോളെ ശരിയമ്മേ. എന്താ രാജു ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വാ വന്നിരിക്കെ. യാമിനി, ഇവർക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്ക്. ആ ശരി ചേച്ചി. ജ്യൂസ് ഒന്നും വേണ്ട മാഡം. അത് രാജു ആണോ തീരുമാനിക്കുന്നത്? യാമിനി, ആ. രാജു അങ്ങനെയൊക്കെ പറയും. നീ ജ്യൂസ് എടുക്ക. ഋതുമോളെ ഇരിക്കും വാ മോളെ. ഇരിക്കെ. വാ ഇരിക്കെ. ഇരിക്ക് രാജു, ഇരിക്കെ. ആ എന്നാ പറയ് ഋതുമോളെ, എന്തൊക്കെയാ രാജുവിന്റെ വീട്ടിലെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അമ്മായി. രാജുവിന്റെ വീട്ടുകാരെ കൂടി കൂട്ടിക്കൊണ്ട് വരായിരുന്നു. ആ കൊടുക്ക. എടുക്ക് രാജു. പേടിക്കണ്ട, പ്രതാപം പറഞ്ഞിട്ട് തന്നെയാ ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്. അവൻ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും, അതാ നിങ്ങളോട് സംസാരിക്കാതെ പോയെ. രാജുവിനെ അറിയാലോ അവന്റെ പ്രകൃതം. നിങ്ങളിരിക്കെ. എന്താമേ ജ്യൂസ് മാത്രം ആക്കി കളഞ്ഞത്? ഇവർക്ക് കഴിക്കാനും കൂടി എന്തെങ്കിലും കൊടുക്കായിരുന്നില്ലേ? അവരിങ്ങ് വന്നേലേ ഉള്ളൂ. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, അല്ലേ ഋതുമോളെ? അയ്യോ, ഋതുമോൾ ആകെ ക്ഷീണിച്ചു പോയല്ലോ. രാജു, ഋതുമോൾക്ക് അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, പണത്തിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായം വേണമെങ്കിലേ എന്നെ വിളിക്കണം കേട്ടോ. എനിക്ക് രാജുവിന്റെ വീട്ടില് ഒന്നിനും ഒരു കുറവുമില്ല അമ്മായി. കേട്ടില്ലേ യാമിനി ഋതുമോള് പറഞ്ഞത്? രാജുവിന്റെ ബുദ്ധി അപാരമാണ് കേട്ടോ. സമയോചിതമായി രാജു ഇടപെട്ടതുകൊണ്ടാ പ്രതാപന് ഇമേജ് തിരിച്ചു പിടിക്കാൻ പറ്റിയത്. അത് എന്റെ കടമയിലംബിക മാഡം. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. നിങ്ങൾ വന്നതേ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? വാ, നമുക്കേ ഒരു സെൽഫി എടുക്കാം. മോളുടെ അടുത്തേക്ക് ചേർന്നിരിക്കും രാജു. ഇനി നിങ്ങൾ ചെന്നേ ഫ്രഷ് ആയിട്ട് വാ. ഗംഭീര ഡിന്നറാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നെ. യാമിനി, ഋതുമോളെയും രാജുവിനെയും റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. വാ വാ രാജു. ഞാൻ വിരിച്ച വലയിലേക്കാ രാജുവും ഋതികയും വന്ന് കയറിയിരിക്കുന്നത്. സമയമാവുമ്പോ ഞാൻ പിടിമുറുക്കും. രാജുവും ഋതികയും എന്റെ കൈ കിടന്ന് പിടയും. ഈ ദീപക് ഇത് എങ്ങോട്ടാ പോയത്? ഇനി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാ പാട്. എന്താ മോനെ, എന്തിനാ അമ്മ വിളിച്ചേ? എന്തിനാ വിളിച്ചെന്നോ? അമ്മ എന്താ അവരോട് കാണിച്ചു കൂട്ടിയത്? ഏയ്, എന്ത് ഷോ ആയിരുന്നു! ആ കുറച്ച് ഓവറായി പോയല്ലേ? കുറച്ചല്ല, ഇത്തിരി അധികമായി പോയി. സാരിയല്ല മോനെ, പോട്ടെ, പാവങ്ങളല്ലേ. ആ, ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള അവരുടെ മാരക അഭിനയത്തിന്റെ ആയുസിന് ഇനിയേ മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ഒരു ഓർമ്മയ്ക്ക് ഞാനൊരു സെൽഫി എടുത്തു വെച്ചത്. എന്താ അമ്മേ? അമ്മ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, എന്താണെന്ന് പറയേ. ആ, അത് വേണ്ട. നിന്നോടൊന്ന് ആലോചിച്ച് വഴി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നീ ശ്രമിച്ചോ? ഇല്ലല്ലോ. തൽക്കാലം അമ്മയുടെ പ്ലാൻ എന്താണെന്ന് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഡാ, നീ ധൈര്യമായിട്ടിരിക്കുമോനെ. അമ്മ നാളെ ഇറക്കാൻ പോകുന്ന കാർഡിൽ രാജുവിന്റെയും ഋതികയുടെയും ഗെയിമിന് ഡെഡ് ലൈൻ വീഴും.
വയറ് നിറഞ്ഞ ആഹാരം കഴിക്കാവൂന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. ഇന്ന് പക്ഷേ കുറച്ച് ഓവറായി. എന്റെ വയറേ ഫുള്ളായി. വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് യാമിനി മേഡം സമ്മതിച്ചോ? ചെറിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഫുൾ ഹാപ്പിയാ. യാമിനി മേഡത്തിന്റെ കൈപുണ്യത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാ. എല്ലാ കറികൾക്കും അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് മുഴുവൻ കഴിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ചെറിയമ്മ പണ്ടേ അങ്ങനെയാ. ചെറിയമ്മ അപ്പനെ ഇപ്പോഴും തീറ്റിക്കുന്ന കണ്ടാ തോന്നും അവളിപ്പോഴും കൊച്ചുകുട്ടിയാന്ന്. എനിക്കിതൊക്കെ വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ മേഡം. എന്തിന്? അപ്പന് ചെറിയമ്മ ഭക്ഷണം ആരി കൊടുക്കുന്നതിനോ? രതിക മേഡം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ നോക്കുമ്പോഴേ അതിന്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ തമാശക്കല്ലേ? ഓ, എന്താണോ ആ സീരിയസ് കാര്യം? പറയ്. രതിക മേഡത്തിന് അറിയാലോ, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ അതിനുള്ള യോഗ്യത എനിക്കില്ലെന്നും ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേന്നും എനിക്കൊരു... രാജു, അച്ഛനു വേണ്ടിയും ഈ കുടുംബത്തിനു വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതല്ലേ? അവരുടെയൊക്കെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും രാജുവിനുണ്ട്. ഈ കുടുംബത്തെ സേവിച്ച ആളായല്ല, ഋതിക മേഡത്തിന്റെ ഭർത്താവായി വർമ്മ സാറിന്റെ മരുമകനായിട്ടാ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്ന. എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. എന്റെ പൊന്ന് രാജു, വീണ്ടും തുടങ്ങല്ലേ പ്ലീസ്. രാജു പറയുന്നത് കേട്ടാ തോന്നും ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോ അത് ഓക്കെ പറഞ്ഞ് രാജു എന്നെ വിവാഹം കഴിച്ചെന്നു. ഇതൊക്കെ അഭിനയല്ലേ രാജു? അഭിനയം വർമ്മ സാറിനോടാണെന്ന് മറക്കരുത്. അതേ ഞാൻ പറയുന്നുള്ളൂ. വർമ്മ സാറ് അറിയുന്നൊരു ദിവസം വരും. അന്ന് ചിലപ്പോ എന്റെ കഴുത്തിന് മുകളിലെ ഈ തല കാണില്ല. നല്ല ക്ഷീണം, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഏയ് രാജു, ഞാൻ നിലത്ത് കിടന്നോളാം. രാജു ബെഡിൽ കിടന്നോ. വേണ്ട ഋതിക മാഡം, എനിക്ക് നിലത്ത് കിടന്നൊക്കെ നല്ല ശീലമില്ലാത്തവരെ തറയെ കിടന്ന നടുവേദന ഉണ്ടാവും. ഋതുമോളെ, അയ്യോ രാജു, ആരോ വന്നു. ബെഡ്ഷീറ്റ് ബില്ല് എടുത്ത് മാറ്റ്. ദൈവമേ, വരാൻ കണ്ടൊരു നേരം. സോറി ഋതുമോളെ, നിങ്ങൾക്കുള്ള വെള്ളം റൂമിൽ വെക്കാൻ സർവന്റ് മറന്നു. ഇങ്ങ് തന്നേക്ക് ചെറിയമ്മേ. രാജു, ഡിന്നറ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാ, അതുകൊണ്ടാ വിഭവങ്ങൾ കുറഞ്ഞു പോയത്. അത് നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിൽ പരിഹരിക്കാം കേട്ടോ. ശരി യാമിനി മാഡം. എങ്കിൽ ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ് യാമിനി മാഡം. ഗുഡ് നൈറ്റ് ചെറിയമ്മേ. ഗുഡ് നൈറ്റ്. ശരി മോളെ. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മല്ലു പിടിക്കുന്നു അല്ലേ? ചിരിച്ചോ. അയ്യോ മാഡം, അതാരാന്ന് ചെയ്ത് നോക്ക്. ഇത് പറയണം. എന്താ പോ, എന്തു പറ്റി? ഞാൻ ഋതു ചേച്ചിയെ എന്തുമാത്രം മിസ് ചെയ്തു എന്നറിയോ? ചേച്ചി അപ്പുനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പുന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അപ്പുനെയും കൊണ്ട് പുറത്തു പോയി കറങ്ങണമെന്ന് ഞാൻ രാജുവിനോട് പറഞ്ഞിരുന്നു.
കൂടെ ഉണ്ടാവണം. ഉണ്ടാകും, ഉറപ്പ്. നാളെ നമുക്ക് ഒരുമിച്ച് പുറത്തു പോണം. പോവാന്നേ, പുറത്തു പോവാം, ഒരുപാട് ഐസ്ക്രീംസ് കഴിക്കാം, നമുക്ക് അടിച്ചു പൊളിക്കാം. പ്രോമിസ്? പ്രോമിസ്. എങ്കിൽ ഞാൻ പോട്ടെ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. അതെന്താ ആ തലയാണ് അവിടെ കിടക്കുന്നത്? രാജു ചേട്ടൻ നിലത്താണോ കിടക്കുന്നത്? അത് തലയണ നിലത്ത് വീണതാ പൂ. അപ്പൂ വേഗം ചെന്ന് ഉറങ്ങിക്കോ, നാളെ നമുക്ക് പുറത്തു പോണ്ടേ. ശരി രാജു ചേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എങ്ങോട്ടാ? നിലത്ത്. അടുത്തിനി വരാൻ പോകുന്നതേ അംബിക അമ്മായി ആയിരിക്കും. അമ്മായി എങ്ങാനും നമ്മൾ രണ്ടിടത്താണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയാലേ എല്ലാതും ഇവിടെ തീരും. ആ ബെഡ്ഷീറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചേ. അല്ല ഋതിക മാഡം, അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അതോ ഞാൻ ഉറങ്ങി രാജുവിന്റെ ഒപ്പം നിലത്ത് കിടക്കണം? ഋതിക മാഡം, എന്താ? ഒന്നുമില്ല. നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ രാജു? ഐ ആം സോറി. And I love you. Love you forever. ഇല്ല, വലിയ ആഘോഷങ്ങളൊന്നുമില്ല. വളരെ ലളിതമായിട്ടൊരു ചടങ്ങ് മതി. തിരുമേനി ഇന്ന് നല്ല ദിവസമാണെന്ന് പറഞ്ഞില്ലേ, എനിക്കത് കേട്ടാ മതി. ഏയ് വേണ്ട വേണ്ട, പൂജയ്ക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തിരുമേനി എനിക്ക് ഫോണിൽ അയച്ചാ മതി. ഞാനതൊക്കെ ദീപകിനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം. ശരി തിരുമേനി, വളരെ സന്തോഷം. എങ്കിൽ ഞാൻ കോള് കട്ട് ചെയ്യുവാണേ. എന്താ ചേച്ചി, എന്ത് പൂജയുടെ കാര്യമാ ചേച്ചി പൂജാരിയോട് സംസാരിച്ചത്? പറയാം പ്രതാപ. ഇത് ഈ മാല അവളുടെ വിവാഹത്തിനായി വാങ്ങിയ മാലയല്ലേ? അതെ. ഇതൊക്കെ എടുത്ത് എവിടെയെങ്കിലും മാറ്റി വെക്കാൻ പറഞ്ഞതല്ലേ ഞാൻ? പറയൂ ചേച്ചി, എന്തിനാ ചേച്ചി ഇപ്പൊ ഈ മാല എടുത്തു വന്നത്? ചേച്ചി എന്താ പൂജാരിയോട് സംസാരിച്ചത്? പ്രതാപ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേൾക്കണം. ഋതികയും രാജുവിനെയും നമ്മൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിന്റെ ഒരേ ഒരു ഉദ്ദേശം വരാൻ പോകുന്ന ഇലക്ഷനും നിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായോ ആണല്ലോ. രാജുവിന് മാത്രമല്ല, എനിക്കും ആ കാര്യത്തിൽ ചിലതൊക്കെ ചെയ്യാൻ കഴിയും.
ചേച്ചി ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഋതികയുടെ കഴുത്തി കിടക്കുന്ന ആ മഞ്ഞ ചരടില്ലേ, നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ കഴുത്തിൽ ആ മഞ്ഞ ചരട് കിടന്നാ മതിയോ? അത് മാറ്റി പകരം ഈ മാലയിൽ ഒരു താലി കോർത്ത് ഋതികയുടെ കഴുത്തിൽ അണിയിക്കണം. ഋതികയെ രാജുവിന്റെ അച്ഛനോടും അമ്മയോടും പറയും, അവർ അയൽവാസികളോടും പറയും, നാടറിയും. അതൊരു വലിയ വാർത്തയാവും. ശരി, ചേച്ചി എങ്കിൽ ഈ മാല അവൾക്ക് കൊടുത്തേക്ക്. ഞാനതിലൊന്നും പറയുന്നില്ല. അങ്ങനെ വെറുതെ അങ്ങ് കൊടുത്താ എന്റെ പ്ലാന് നടക്കില്ലല്ലോ. എന്താ ചേച്ചി? അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒരു പൂജ നടത്തി രാജുവിനെ കൊണ്ട് തന്നെ ഈ മാല ഋതികയുടെ കഴുത്തിൽ അണിയിക്കണം.